നമസ്കാരം. ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം ഉണ്ട്. അതേസമയം നമ്മുടെ ഇന്ത്യ, അതായത് ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലൊന്നും ഇതേപ്പറ്റി യാതൊന്നുമില്ല. ഇതെല്ലാവരും റിലിജിയൻസും ഇതൊക്കെ ആയിട്ടെല്ലാം കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകാൻ പോകുന്നില്ല. എൻ്റെ മുഖവുര ഇതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ രാത്രിയിൽ അല്ലെങ്കിൽ പകൽ, ഞാൻ പറഞ്ഞിട്ട് 7 മണിക്ക് ശേഷം എന്നെ വിളിക്കാം. 7 മണിക്ക് ശേഷം വിളിക്കുന്നത്, ഡോക്ടറെ എനിക്കാണെങ്കിൽ വലിയ തടിയാണ്. അപ്പോൾ അത് ഇതേ ക്വസ്റ്റ്യൻ ആണും ചോദിക്കും പെണ്ണും ചോദിക്കും. അതായത് അമിതവണ്ണം. ഈ അമിതവണ്ണം ഇത് സെക്സ് ചെയ്യുന്നതിന്, അതായത് ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? ഞാൻ പറയും യാതൊരു ബുദ്ധിമുട്ടും അതിനില്ല. ഇത് ദൈവം എന്ന് പറയുന്നത് പ്രകൃതി. പ്രകൃതി തന്നെ ഒരു വരദാനമെന്ന് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്തിനു ആളുകൾ സോമാലിയൻ പിള്ളേരെ പോലുള്ള ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു? എങ്ങനെ അമേരിക്കയിലെ, അതായത് ഒരു 5 പേരിൽ ഒരാളിനെ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം ഒബേസാണ്, ഭയങ്കര തടിയന്മാരാണ്. അതിന് ഈ തടി വയ്ക്കുന്നതിന് പല കാരണങ്ങളാണ്. ഒന്ന്, ഈ പാരമ്പര്യമായിട്ട് തന്നെ ഈ ജനറ്റിക്സ് തിയറി അനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് കൊണ്ട് തടി വയ്ക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെയിറ്റ് ലോസ്, അതായത് ഈ ലീൻ തിന്നായിട്ടുള്ള ആളുകളും വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം ഒന്ന് നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. ഇപ്പോൾ കാണുന്ന ഉദാഹരണം, എൻ്റെ അടുത്ത് ഞാൻ പ്രധാനമായിട്ട് നോക്കുന്ന എല്ലാ രോഗങ്ങൾക്കും നോക്കുമെങ്കിലും ഹാർട്ടിനെ പറ്റി പ്രത്യേകമായിട്ട് നോക്കും. 10, 15, 20 വയസ്സുള്ള കുട്ടികൾ വരാറുണ്ട്. അവർ ക്രമത്തിലധികം തടിയാണ് വെച്ചിരിക്കുന്നത്, ഒബീസ്. ഇപ്പോൾ 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മൾ കണ്ടാൽ ഷോക്കാവും. 75-100 കിലോ വരെ വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റ് എങ്ങനെ ഉണ്ടാകുന്നു? അതായത് ആവശ്യത്തിലധികം കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ ചെല്ലുന്നു. അതിൻ്റെ ഒരു ഉദാഹരണത്തിന് പറയാം, ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ഇതാണ്. കാരണം അതിൻ്റെ കലോറി ഭയങ്കരമാണ്, അതിനകത്ത് ഫാറ്റ് ഭയങ്കരമാണ്, അത് കംപ്ലീറ്റ് ഷുഗർ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ഇത് ചെന്ന് കഴിഞ്ഞാൽ ഇത് വേസ്റ്റായിട്ട് വെളിയിൽ പോകില്ല. ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടി ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ചോദ്യം ഇതായിരുന്നു, ഡോക്ടറെ അല്ലെങ്കിൽ എൻ്റെ മോളെ ഞാൻ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നു. ആ പയ്യനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര തടിയാണ്, ഒരു 100-120 കിലോ കുറഞ്ഞത്. ഞാൻ പറയാം അതൊക്കെ ഒരു നിസ്സാരമാണ്. എനിക്കിവിടെ പല പേഷ്യൻസും 150, 170, 200 കിലോ വരെയുള്ള പേഷ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തന്നെയും സെക്സ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ആളുകളുടെ ആകാംക്ഷ. ഇതുമില്ല. പക്ഷേ ഈ സെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ നോക്കേണ്ട കാര്യമില്ല. അതൊരു നാച്ചുറൽ പ്രോസസ്സ് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഈ ജാതിയോ മതമോ ഇതിനെല്ലാം അതീതമായിട്ടുള്ളതാണ് മനുഷ്യ ശരീരവും മനസ്സും എല്ലാം. അതിൽ വരുന്നത് ഇതാണ്. നമ്മളിതിനെല്ലാം അതീതം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുകയാണ്. ഉദാഹരണം, നമ്മൾ ദാഹം വരുന്നു, വെള്ളം കുടിക്കുന്നു. വിശപ്പ് വരുന്നു, ആഹാരം കഴിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഫങ്ഷൻ തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത്. അത് പഴയ കാലത്ത് ഒരു 12, 13, 14 വയസ്സുള്ള കുട്ടികൾക്ക്, ആണായാലും പെണ്ണായാലും ഒരു ചിന്തയുള്ളൂ. ഇതിപ്പം 5 വയസ്സ് തൊട്ട് കുട്ടികൾക്ക് തുടങ്ങി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഹോർമോൺസ്. ഇപ്പോൾ ഉദാഹരണം, ഈ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ചിക്കൻ എപ്പോഴും കൊമേഴ്ഷ്യലായിട്ടുള്ള വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രോത്ത് ഹോർമോണുണ്ട്, പിന്നെ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്, പിന്നെ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ ഡിപ്പോസിറ്റ് ചെയ്ത് ഒബേസിറ്റി ഉണ്ടാവും. അത് കാരണങ്ങളിലൊന്ന്. പിന്നെ 2, ജനറ്റിക്സ് തിയറി, പാരമ്പര്യം ഒരു പ്രധാന ഘടകം. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഡോക്ടർമാർ വരെയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, എന്തുകൊണ്ട് നമുക്ക് ഈ ഒബേസിറ്റി, തടി വരുന്നു? സെക്സ് മാത്രമല്ല, എന്തുകൊണ്ടിങ്ങനെ തടി ഉണ്ടാകുന്നു? ഇപ്പോൾ വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നു, പിന്നെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ ആഹാരം കഴിക്കുന്നു, മരുന്ന് കഴിക്കുന്നു, ഇതെല്ലാം ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല. അതിൻ്റെ കാരണം മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഒരു കൺഫ്യൂഷനാണ്. എന്നിട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ റിസർച്ച്
അവർ റിസർച്ചേഴ്സ് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ്. ഈ അഡ്രിനൽ ഗ്ലാൻഡ്സിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ടാണ് ഈ കോർട്ടിസോൺ നമ്മുടെ ബോഡിയിൽ മാക്സിമം ഫാറ്റ് ഡിപ്പോസിറ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മളെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുത്തെങ്കിലേ ശരിയാവുകയുള്ളൂ. അത് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം. ഇനി നമ്മൾ വീണ്ടും ഈ കല്യാണത്തിന് ഇതാണ് ഏറ്റവും ഒരു പെണ്ണിൻ്റെ ആയാലും ആണിൻ്റെ ആയാലും കല്യാണം നോക്കുമ്പോഴത്തേക്ക് അവരുടെ ബോഡി ഷേപ്പാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പം ചെറിയ പയ്യനാണെങ്കിൽ 100 കിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരും. പെണ്ണിനാണെങ്കിൽ 15 ഒരു 10 40 45 കിലോ വരും, അല്ലെങ്കിൽ 50 കിലോ കൂടുതൽ വരുന്നില്ല. അപ്പോൾ അത് ഒന്ന് അണ്ടർ വെയ്റ്റും ഒന്ന് ഓവർ വെയ്റ്റും. ഇവർക്ക് സെക്സ്, അതായത് ലൈംഗിക ഏർപ്പാടുള്ളവർക്ക് സുഖം കിട്ടുന്നോ ഇല്ലയോ എന്നാണ് എൻ്റെ അടുത്ത ആളുകൾ ചോദിക്കുന്നത്. പക്ഷേ അതവർക്ക് സുഖം കിട്ടാം, അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ അത് ഞാനിപ്പോൾ എൻ്റെ ഇതായിട്ട് ഓപ്പണായിട്ട് പറയുന്നില്ല. അതിന് സെക്സോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ഇങ്ങനെ അധികം പഠിച്ചിട്ടുള്ളതും പഠിക്കാത്തുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ മിസ്ലീഡ് ചെയ്യും. അപ്പോൾ ആ മിസ്ലീഡിങ്ങിന് പോകാതെ നിങ്ങൾ അതിനേതായിട്ടുള്ള നല്ല വിവരമുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഒരു ജനറൽ ഫിസിഷ്യൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവരിതിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പം ഞാനിപ്പോൾ ഈ പ്രായത്തിൽ ഈ കൊച്ചുകുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് വലിയ കാര്യങ്ങൾ വരുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇതിന് ലൈംഗികമായിട്ട് ഏർപ്പെടുന്നതിനോ കുട്ടി ഉണ്ടാകുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതാണായാലും പെണ്ണായാലും അതിന് പ്രത്യേകമായിട്ടുള്ള പൊസിഷൻസൊക്കെ പറയുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർവികന്മാർ എഴുതിയിട്ടുള്ള ഒരു കാമശാസ്ത്രം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് ഇംഗ്ലീഷിൽ അവൈലബിളാണ്, മലയാളത്തിലും. അതിനകത്ത് ഈ സെക്സിന്, അതായത് ലൈംഗികമായിട്ട് ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്രാക്ടിക്കലായിട്ട് വരുത്താം എന്നുള്ള പടം സഹിതം നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. അത് വളരെ ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളവരെല്ലാം ഡോക്ടറെ അത് പറഞ്ഞ് 100% കറക്റ്റാണ്. ഇപ്പം നമുക്കതിന് സെക്ഷലായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആണായാലും പെണ്ണായാലും ഈ വെയിറ്റ് ഒരു പ്രശ്നമല്ല. അപ്പോൾ ഒരു ഉദാഹരണം, നമ്മളിപ്പോൾ ഇതെല്ലാം യൂട്യൂബിലെല്ലാം കാണുന്നതാണ്. മുകേഷ് അംബാനിയുടെ മോന്, പാവം ചെറുക്കൻ, അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 100-200 കിലോയിൽ കൂടുതൽ വരും. ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു എല്ലാം തുലിയായിട്ടിരിക്കുന്നത്. ഇത് പോസിബിളാണ്. ഇത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു രാഷ്ട്രീയക്കാരനെ വേറൊന്നുമല്ല, ഇതിനകത്തൊന്നും നോക്കുന്നില്ല. ഒരു കാര്യങ്ങളെല്ലാം സയൻറ്റിഫിക്കായിട്ട് നോക്കിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു കല്യാണം നടത്തിയതെന്നുള്ള കാര്യം എൻ്റെ അടുത്ത് അത് ആധികാരികമായിട്ട് അവരുമായിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു 7 മണിക്ക് ശേഷം വിളിച്ച് ചോദിക്കാവുന്ന, പ്രത്യേകിച്ച് ഹൃദ്രോഗത്തിനെ പറ്റി.